സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഞാൻ അമ്മയുമാണ് അച്ഛനുമാണ്. ഒരു നിയമമായിട്ട് വരുവാണെങ്കിൽ ഭാവിയിൽ ഇനി ഇതുപോലെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒരു ഹെൽപ്പ് ആവട്ടെ. അതിന് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് അഡ്വക്കേറ്റിനോട് മാത്രമാണ്. തീർച്ചയായിട്ടും അഡ്വക്കേറ്റിന്റെ ഫീസ് പോലും വാങ്ങിക്കാതെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേസ്. എന്താണ് ഒരു ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം? എന്താണ് ലക്ഷ്യം? ഞങ്ങൾക്കൊരു ഏറ്റവും ആഗ്രഹം ഒരു വീട് വയ്ക്കാം. ഒരു പക്ഷേ അന്ന് ആളെ എന്നെ ആ ഒരു വാക്ക് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ടില്ലായിരുന്നു എങ്കിൽ തന്നെ ഇപ്പം പൊതുവെ ട്രാൻസിനെ കൊണ്ട് പറയുന്ന ആ ഒരു ലേബൽ എൻ്റെ ചുമലിലും ഉണ്ടായേനെ. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ബ്രസ്റ്റ് ആണല്ലോ. ഒരു ട്രാൻസ്മെന്റിന് എപ്പോഴും നമ്മളത് നോക്കുമ്പം ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന അതിലൂടെ. കേരളത്തിനകത്ത് ചെയ്യുന്നത് വെരി ഡേഞ്ചർ ആണെന്ന് പറയും. ഞാനിപ്പോഴും എൻ്റെ സർജറി തൃപ്തനല്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലേ സർജറി ചെയ്യുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ്. എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാൾ ഇഷ്ടം അവളെയാ. പക്ഷെ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് സബിയാണ്. തീർച്ചയായിട്ടും. അച്ഛൻ്റെയും അമ്മയുടെയും പേരിൻ്റെ സ്ഥാനത്ത് തങ്ങളുടെ മകളുടെ മാതാപിതാക്കൾ എന്ന സ്ഥാനം നിയമരേഖകളിൽ ഉൾപ്പെടുത്തണമെന്ന് നിയമയുദ്ധം നടത്തി ഹൈക്കോടതിയിൽ നിന്ന് വിജയം നേടിയ ട്രാൻസ്ജെൻഡർ ദമ്പതികളായ സഹദും സിയയും അവരുടെ പൊന്നോമന മകളുമായ സബിയയുമാണ് നമ്മുടെ ഇന്നത്തെ അതിഥികൾ. നമസ്കാരം ശ്രീ സഹദ്, സിയ ആൻഡ് സബിയ. നമസ്കാരം. നമ്മൾ ഈ ഇന്റർവ്യൂവിൽ ഈ 2 വയസ്സുള്ള മകളെ പങ്കെടുപ്പിച്ചത് തന്നെ നിങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമായി അവരും കൂടെ വേണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കാറില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് സബിയാണ് അല്ലേ? അപ്പൊ ഏറെ ആഹ്ലാദത്തോടെയാണ് ഇന്ന്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മകളെ പ്രസവിച്ച ആ വേളയിൽ കോഴിക്കോട് വന്ന് നിങ്ങളോടെല്ലാം സംസാരിച്ച്. ഇപ്പോൾ നീണ്ടു നിന്ന പോരാട്ടത്തിലൂടെ പേരൻസ് എന്നുള്ള അച്ഛൻ്റെ അമ്മയുടെയും പേര് എഴുതുന്ന ആ കോളത്തിൽ അത് മാതാപിതാക്കൾ എന്ന് രേഖപ്പെടുത്താനുള്ള അനുമതി ഹൈക്കോടതി തന്നിരിക്കുന്നു. അന്നേരം സഹദ അച്ഛനും സിയ അമ്മയുമാണ് സബിയയുടെ. എന്ത് പറയുന്നു? ഒത്തിരി സന്തോഷം. നമ്മൾ പ്രതീക്ഷിച്ചൊരു വിധി വന്നതിന് അതിനുവേണ്ടി വലിയൊരു പോരാട്ടം വേണ്ടി വന്നു. തീർച്ചയായിട്ടും ഏകദേശം 2.5 വർഷത്തോളം എടുത്തൊരു പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2023 ഫെബ്രുവരി 8-നാണ് ബിയ ജനിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അതിനുശേഷം ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു. നമ്മൾ ആഗ്രഹിച്ചൊരു സർട്ടിഫിക്കറ്റ് കോഴിക്കോട് കോർപ്പറേഷന് തരാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ കേസുമായിട്ട്. അവരെന്താ പറഞ്ഞു കോർപ്പറേഷനിൽ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ കോളേജിലാണ് അപ്ലൈ ചെയ്തത്. അപ്പം ആ സമയത്തുണ്ടായിരുന്ന സൂപ്രണ്ട് സാറാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ പോലെ അതായത് മദറിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേരും ഫാദറിൻ്റെ സ്ഥാനത്ത് സഹദിൻ്റെ പേരും വച്ച് അങ്ങനൊരു ഇത് നിങ്ങൾക്ക് ഓക്കെ ആക്കുവാണെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആയി ചിലപ്പോൾ മാറിയേക്കാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തൽക്കാലം ഫാദറിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേരും മദറിൻ്റെ സ്ഥാനത്ത് സഹദിൻ്റെ പേരും വെച്ചിട്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. ആ പ്രകാരം നമ്മൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ അപ്രൂവ് ചെയ്തു. പക്ഷേ അത് ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് ആ ഒരു തരത്തിലുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളത് കൊണ്ട് ഞങ്ങളത് വാങ്ങിക്കാൻ നിന്നിട്ടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ കോപ്പികളൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് ആരൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹദ് അച്ഛനായിട്ടും സിയ അമ്മയായിട്ടുള്ള അതിന് അവര് തയ്യാറായിരുന്നില്ല. അതൊരു പക്ഷേ ഈ മകളെ പ്രസവിച്ചത് സഹദായ കൊണ്ടായിരിക്കാം. നമ്മുടെ ഒരു സാമൂഹികമായിട്ടുള്ള ഓരോ ഇതുണ്ടല്ലോ, കണക്ഷൻ കൊണ്ടായിരിക്കാം അങ്ങനെ ഉള്ളൊരു. യഥാർത്ഥത്തില് പിന്നെ സഹദ് സ്ത്രീ ആയിരുന്നു. അതിൽ നിന്ന് മാറിടമൊക്കെ മാറ്റിവെച്ച ശസ്ത്രക്രിയ ഒക്കെ ചെയ്ത വേളയിലാണ് ഗർഭം ധരിക്കുന്നത്. അന്നേരം ആ ഒരു കുഞ്ഞിനെ ജനിക്കട്ടെ എന്നുള്ള രീതി. അന്നേരത്തേക്ക് ഈ ഒരു പിന്നീട് അത് കഴിഞ്ഞ് ലിംഗമാറ്റ ശസ്ത്രക്രിയയിലേക്ക് പോയോ? ഇല്ല, അതിനുശേഷം പോയിട്ടില്ല. ശേഷം നമ്മള് യൂട്രസ് റിമൂവ് ചെയ്തു. പിന്നീട് അടുത്ത പടികൾ നോക്കുന്നു. പുരുഷനാകാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ്. സിയയുടെ കാര്യത്തില് എന്റെ സർജറി കഴിഞ്ഞു. ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞു. അന്നേരം ഇപ്പൊ നിങ്ങളെ ശരിക്കും നിങ്ങൾ സ്ത്രീയും പുരുഷനുമാണ് ആ രീതിയിൽ. അതാണ് ഇവരെ അംഗീകാരം തരാതിരുന്നത്. ഹൈക്കോടതിയെ സമീപിക്കാൻ ആരാ പറഞ്ഞത്? ഹൈക്കോടതിയെ സമീപിക്കാൻ അന്ന് അവിടുന്ന് സൂപ്രണ്ട് തന്നെ പറഞ്ഞിരുന്നു, ബി എം മോൾക്ക് 18 വയസ്സാകുമ്പം സ്വയം തീരുമാനിക്കാമല്ലോ ആരാണ് അച്ഛൻ അമ്മ എന്നുള്ളത്. അപ്പം ആ സമയത്ത് നിങ്ങൾ കേസുമായിട്ട് പോയിട്ട് ചേഞ്ച് ചെയ്യാം എന്നായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ആ സമയം തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് പത്മാലക്ഷ്മി മാഡം ഞങ്ങളെ സമീപിച്ചു.
അവൻ പറഞ്ഞു എന്തായാലും ഹൈക്കോടതിയിൽ തന്നെ നമുക്ക് കേസ് ഫയൽ ചെയ്യാം എന്നുള്ളൊരു മാഡത്തിൻ്റെ കൂടെ സംസാരത്തിലൂടെയാണ് നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് ആ സമയത്ത് തന്നെ പോകുന്നത്. അത് ഇതിൻ്റെ ഇടയ്ക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് മാത്രമായിട്ട് തരാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട, തീരുമാനമായി മാറട്ടെ എന്നുള്ള. അതെ, ഒരു നിയമമായിട്ട് വരുവാണെങ്കിൽ ഭാവിയിൽ ഇനി ഇതുപോലെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒരു ഹെൽപ്പ് ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനൊരു നിയമം പോലെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇത്രയും കോടതിയിൽ വന്നപ്പോൾ ഇതിൽ എതിർപ്പുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കേസ് വെക്കുന്ന സമയത്ത് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ഭയങ്കര അസൗകര്യം അവർ പ്രകടിപ്പിച്ചിരുന്നു. ഇത് നമുക്ക് കേസ് വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞ് വരാണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചുളിനായങ്ങൾ പറഞ്ഞിട്ട് ഇതിന് കേസ് മുന്നോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തന്ത്രങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞിരുന്നു. ഭാവിയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകാവുന്ന ഒരു അവകാശമാണ് അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും ഈ സഹദ് നമ്മുടെ ടെലിവിഷൻ മുന്നിലേക്ക് അധികം വന്നിട്ടില്ല. അന്ന് പുരുഷൻ പ്രസവിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വാർത്ത. അതിനെ കുറിച്ചൊക്കെ അതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു എന്തായിരുന്നു മനസ്സിലുള്ള ഒരു വികാരം? എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്കൊരു കുട്ടീനെ അച്ഛാന്ന് വിളിക്കാൻ തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പം ഞാൻ അമ്മയുമാണ് അച്ഛനുമാണ്. അപ്പം ആ സമയം പിന്നെ റെസ്റ്റാണല്ലോ, ബെഡ് റെസ്റ്റാണ്. അപ്പോൾ സാറ് എന്താ പറയുക, ആ ടൈമിൽ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു, കാരണം എൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്ന സമയത്ത്. അപ്പം അതാണ് ഞാൻ കൂടുതലും ടെലിവിഷനിലൊന്നും വരാതെ എൻ്റെ അതിലുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആരോഗ്യാവസ്ഥയൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിനുശേഷം 1 വർഷത്തോളം റെസ്റ്റിലായിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ജോബിനൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. അല്ല, അപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് അപ്പം തന്നെ 5 വർഷത്തിനോളം ആയിരുന്നു. അന്ന് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അതൊക്കെ നമുക്ക് ഈ ആരോഗ്യ വകുപ്പ് അന്ന് നന്നായിട്ട് നമ്മളായിട്ട് അന്ന് മന്ത്രി വീണ ജോർജ് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു അല്ലേ? ശരിക്കും ഈ കോർപ്പറേഷൻ കേരളത്തിലെ ഒരു ട്രാൻസ്ജെൻഡർ പോളിസി ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു അവകാശം നേടിയെടുക്കാൻ വേണ്ടി ഇത്ര എതിർപ്പ് നേരിടേണ്ടി വന്നത്? കാരണം നമ്മളെ സെബിയന്റെ ഒരു വയസ്സാകുമ്പോൾ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതിലും വീണ്ടും നീണ്ടുപോയി. അപ്പം സെബിയയുടെ പ്രായമുണ്ട് ഈ വിധിക്ക്. ഇത് കുറച്ച് മുന്നേ തീരേണ്ട കേസായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറയും, സിയ ചിലപ്പം ഇത് ഫൈനൽ ഹിയറിംഗ് ആയിരിക്കും അടുത്തതെന്ന് പറയുമായിരുന്നു. പക്ഷേ വീണ്ടും അഡ്വക്കേറ്റ് ജഡ്ജിനും കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ഇതിനൊരു വിധി പറയണമെങ്കിൽ അവർക്കും ഇച്ചിരി സമയം വേണമെന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഇത്രയും ഡിലേ വന്നിട്ട് അവസാനമായിട്ട് ഇങ്ങനെ ഒരു വിധി വന്നത്. സാധാരണ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ നിയമ പോരാട്ടത്തിന് പോകാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമൊന്നും ആയിരുന്നില്ല, എന്നിട്ടും പക്ഷെ അതിനുവേണ്ടി ഇറങ്ങി അല്ലേ? പക്ഷേ അതിന് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് അഡ്വക്കേറ്റിനോട് മാത്രമാണ്. തീർച്ചയായിട്ടും ആള് ഒരു അഡ്വക്കേറ്റിന്റെ ഫീസ് പോലും വാങ്ങിക്കാതെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേസ്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കേസ് വാദിച്ച് ഇങ്ങനെ ഒരു ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് വേണം പറയാനായിട്ട്. അല്ല, അന്ന് ഈ സഹദിന്റെ കുടുംബം പക്ഷേ ഈ കാര്യത്തിൽ വലിയ പിന്തുണയല്ലായിരുന്നു. അല്ല, എന്റെ ഫാമിലി ഫുൾ സപ്പോർട്ടിന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അമ്മ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ വീട്ടിലാണ്, എന്റെ വീട്ടിലാണുള്ളത്. താമസം എല്ലാം എന്റെ വീട്ടിൽ തന്നെയാണ്. ജോലി എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഒരു കസിൻ്റെ ഷോപ്പിൽ, റെൻ്റൽ ഷോപ്പാണ്, ഓർണമെൻറ്റ്സിൻ്റെ. ആ ഒരു കല്യാണത്തിന് സാധനങ്ങൾ അവർ ഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സെറ്റായിട്ട് എടുത്തു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഷോപ്പ് ഉള്ളത്. എനിക്ക് നടന്നു പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം എനിക്ക് എന്തെങ്കിലും സെബിയനെ കാണാനെങ്കിലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും ഇവിടുത്തെ വരാൻ, കളിക്കാം, റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പോവാം. അങ്ങനത്തെ സിയ ഇപ്പം നൃത്തം പഠിപ്പിക്കുന്നില്ലേ? അതെ. ഞാൻ കോഴിക്കോടായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം റീസെന്റ് ഇപ്പം ഞങ്ങൾ ഇവിടെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ദൈവം സഹായിച്ച് ഇവര് ട്രിവാൻഡ്രത്താണല്ലോ ഓൾറെഡി ഉള്ളത്. അപ്പം ഞാൻ കോഴിക്കോടാകുമ്പം എനിക്ക് ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മനോവിഷമം എനിക്ക് ഉണ്ടായിരുന്നു പൊതുവെ. അപ്പം അങ്ങനെ കുറച്ച് സമയങ്ങൾ എനിക്ക് മിസ്സാവുകയും ചെയ്തിട്ടുണ്ട് ഇവളുമായിട്ടുള്ളത്. അപ്പം റീസെൻ്റ്ലി ആണ് എൻ്റെ ഗുരു ഡോക്ടർ ഹർഷൻ സാർ ഇപ്പം ഇവിടെ ട്രിവാൻഡ്രത്ത് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയും അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കുകയും അവിടെ ടീച്ചറായിട്ട് എന്നെ നിയോഗിക്കുകയും ചെയ്തപ്പോൾ അത് ഇവിടെ കുട്ടികളൊക്കെ ആയി വരുന്നു ഇപ്പൊ. അങ്ങനെ പക്ഷെ കോഴിക്കോട് ശരിക്കും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഉണ്ട്, അവിടെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അത് മെയിൻ ബ്രാഞ്ച് ആണ് സാറിന്റെ ഹോം സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ സ്കൂൾ ഓഫ് ഡാൻസ്. ഡോക്ടർ ഹർഷൻസ് ഹോം സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്. അവിടെ തന്നെയാണ് ഇപ്പം ഏകദേശം 6-7 വർഷത്തോളമായി ഞാൻ അവിടെ പഠിച്ചു. ഇപ്പം അധ്യാപികയായിട്ട് അവിടെ ജോലി, അവിടെ തന്നെ സാറിന്റെ കീഴിൽ ഞാൻ ജോലി ചെയ്യുന്നു.
ഇപ്പൊ നിങ്ങള് വിവാഹിതരെന്നുള്ള രജിസ്റ്റേർഡ് മാരേജ് ചെയ്തായിരുന്നു? രജിസ്റ്റർ മാരേജ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 4 വർഷം. നമുക്ക് നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അതിനും നമ്മൾ അത് ശ്രമിച്ചിട്ട് പറ്റാത്തത്. അതെന്താണ് അതിന്റെ നിയമം? അത് നമുക്ക് ട്രാൻസ് മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും പോളിസിയൊക്കെ വന്നിട്ട് അപ്പം നമുക്ക് ഫീമെയിൽ സഹദിന്റെ ആധാർ കാർഡ് ഓൾറെഡി മെയിലാണ്, പക്ഷെ എന്റെ ആധാർ കാർഡ് ട്രാൻസ്ജെൻഡർ എന്നുള്ളതാണ് കിടക്കുന്നത്. അപ്പം ഒരു സമയത്ത് നമ്മളത് മാറ്റിയത് കൊണ്ട് നമ്മളിപ്പം സർജറി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് അടുത്തത് നമ്മൾ അത് ഫീമെയിൽ ആക്കാൻ നോക്കുമ്പോഴും അതിന് സാധിക്കുന്നില്ല. ആധാറിൽ ജെൻഡർ ചേഞ്ച് ചെയ്യാൻ ഒരു തവണ പറ്റൂ എന്നുള്ളതാണ്. അപ്പം ഞാൻ 2 പ്രാവശ്യം ഇപ്പോൾ അപ്ലൈ ചെയ്തു, പക്ഷെ 2 പ്രാവശ്യം റിജക്ട് ചെയ്ത് വന്നു. സർജറി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നോക്കി, പക്ഷെ അത് റിജക്ട് ആയിട്ടാണ് വരുന്നത്. ശരിക്കും ട്രാൻസ് മെന്നും ട്രാൻസ് വുമണും അങ്ങനല്ലേ? അങ്ങനെയും കല്യാണം കഴിക്കാൻ നിയമം വന്നിട്ടില്ല. ഇതിന്റെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് ഇപ്പൊ വലിയ അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിച്ച സർക്കാരാണിത്. പക്ഷെ അവരതിന്റെ ഓഫീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തിരുവനന്തപുരത്ത്? നമുക്ക് സാമൂഹ്യ നീതി വകുപ്പിലാണ് TG സെല്ലുകളുണ്ട്. അവരെ സമീപിച്ചപ്പോ എന്താണ്? ഇതാണ് നമുക്ക് ഉള്ള നിയമം. ഇങ്ങനെയാണ്, മെയിലും ഫീമെയിലും മാത്രമാണ് നമുക്ക് ആധാറിലുള്ളത് പോലെയാണ് നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മാർഗമുള്ളൂ. വേറെ ഉള്ള ജെൻഡേഴ്സിന് അത് നമ്മൾ കോർപ്പറേഷനിൽ തന്നെ പോകണം. വിവാഹം അങ്ങനെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നിയമ പോരാട്ടത്തിന് ഇനി തുടക്കം കുറിക്കായ ഞാനിപ്പോ ജെൻഡർ ചേഞ്ച് ചെയ്യാനാണ് നോക്കുന്നത്. ആധാറിൽ ഫീമെയിൽ ആക്കിയിട്ട് എനിക്ക് ജെൻഡർ ചേഞ്ച് അറിയപ്പെടണമെന്നില്ല. അല്ല അങ്ങനെയല്ല, നമുക്ക് ഓൾറെഡി ഇന്ത്യൻ കേരള നിയമപ്രകാരം ഇന്ത്യ ആയിക്കോട്ടെ നമുക്ക് ട്രാൻസ്ജെൻഡർ ID കാർഡ് ഉണ്ടല്ലോ. ഓൾറെഡി ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ID കാർഡ് ഉണ്ട്. ഇപ്പം നമ്മുടെ കേരള സ്റ്റേറ്റ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ID കാർഡുകളാണ് ഇപ്പോൾ. ID കാർഡ് അല്ലാതെ അതിന്റെ അകത്ത് എന്തെങ്കിലും ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ട്? ആനുകൂല്യം ഉണ്ട് തീർച്ചയായിട്ടും. എന്തെങ്കിലും നമ്മുടെ ഗവൺമെന്റിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഇപ്പം റേഷൻ കാർഡുകളൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് റെഡിയാക്കി തരും. അല്ലാതെ വേറെ നമുക്ക് ഇപ്പൊ ജോലിയിലൊക്കെ കുറച്ച് റിസർവേഷൻ ഒക്കെ തരണമെന്നൊക്കെ ഉള്ള ഒരു വാദമുണ്ട്. ഈയിടെ വന്നായിരുന്നു. ഇപ്പം അതൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ, ഒന്നും പ്രാബല്യത്തിൽ ഇപ്പൊ ആയിട്ടില്ല. ഇനി അല്ലാതെ ഇപ്പം ഉള്ളത് കൊച്ചി മെട്രോയിലൊക്കെ ഉള്ളൂ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ 4 വർഷത്തെ ജീവിതം? ഭയങ്കര ലൈഫിൽ വേറൊരു മൊമെന്റ് ആയിരുന്നു. സെബി വന്നതോടുകൂടി ഹാപ്പിനെസ്, സന്തോഷം, യാത്രകള്. ഞങ്ങൾ ഇതിനിടയ്ക്ക് കുറച്ച് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വളരെ മനോഹരമായിരുന്നു. BA വരുന്നതിന്റെ മുന്നേ വരെ നമ്മള് എന്താ പറയാ, ഒരു കഥയില്ലാത്തൊരു ജീവിതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ചട്ടക്കൂടൊന്നും ഇല്ലാതെ നമ്മൾ പറന്ന് നടക്കുന്ന, അവനും ജോലിക്ക് പോകുന്നു, ഞാൻ ജോബിന് പോകും, ഡാൻസ് ക്ലാസ്സിൽ പോകും, രാത്രി വരും, ഉറങ്ങുന്നു, വീണ്ടും രാവിലെ എണീക്കുന്നു. റൊട്ടൈൻ ലൈഫായിരുന്നു. അപ്പൊ സെബി വന്ന ശേഷം കൂടുതൽ നമ്മൾ എൻജോയ്മെന്റ് ആണ്. അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നു, സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട്. സബിയ വന്നതെന്ന് പറഞ്ഞ ഒരു ഹിസ്റ്ററി ആണല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടിയല്ലേ അല്ലേ? ആ ഹിസ്റ്ററി ഇനിയിപ്പോ ആർക്കും ഭേദിക്കാൻ പറ്റില്ല അല്ലേ? പൊതുവെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ഉണ്ട്? കമ്മ്യൂണിറ്റിയിൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും തീർച്ചയായിട്ടും. അതിപ്പം കമ്മ്യൂണിറ്റി എന്നല്ല, സമൂഹത്തെ പോലെ തന്നെ അല്ലേ, സമൂഹം തന്നെയാണ് എല്ലാം. കമ്മ്യൂണിറ്റി ആയാലും അല്ലാതെ നോൺ കമ്മ്യൂണിറ്റി ആയാലും അതിലും ഉണ്ടാവും, അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നുണ്ടാവും. പക്ഷേ ഇന്ന് വരെ നമുക്ക് നേരിട്ട് അങ്ങനെ ഒരു ആരും നമ്മൾ അങ്ങനെ ഒരു വിമുഖതയായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു വേറൊരു പെരുമാറ്റത്തിലോ നമ്മളോട് നേരിട്ടാരും ചെയ്തിട്ടില്ല. അന്ന് നിങ്ങൾക്ക് കുട്ടി ഉണ്ടായപ്പോ ഒരുപാട് ആൾക്കാർ നിങ്ങളെ അഭിനന്ദിക്കുകയും ഒരുപാട് ചില നേർച്ചകൾ വരെ നേരുന്ന അർച്ചന നടത്തി അങ്ങനെ ചെയ്ത് ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജിലൂടെ ആയാലും നമുക്ക് സോഷ്യൽ മീഡിയ കമന്റ്സിലായാലും ഇപ്പം ഇന്നലെ തന്നെ ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൂടെ എല്ലാവരും കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട്, വിളിച്ച് വിഷ് ചെയ്യുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലേ? അതേസമയം ഈ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് വന്നിട്ടുണ്ട്. എന്നാ വന്നിട്ടില്ലെന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. മാറ്റം ഇനിയും വേണം, മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ പറയാ, ഇപ്പം അധികമായിട്ടൊന്നും വന്നിട്ടില്ല, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ അംഗീകരിച്ച് തുടങ്ങുന്ന ഒരു കാലം. പൊതുവേ ഇപ്പം ട്രാൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് വേറൊരു തരത്തിലുള്ള ചിന്താഗതിയായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇപ്പം അത് ട്രാൻസ് നമ്മൾ തന്നെ കമ്മ്യൂണിറ്റി തന്നെ മാറ്റി എടുക്കുന്നു. പക്ഷേ അതിനകത്ത് നിന്ന് തന്നെ മിസ്യൂസ് ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. അതാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ ഉണ്ടായിരുന്ന ഒരു വിമർശനം, അവർ കുറെ ആൾക്കാരെങ്കിലും
സെക്സ് വർക്കിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ മാറി വരുന്നു. കാരണം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇപ്പം പല ട്രാൻസുകളായിട്ടും പേരുകളായിട്ടും ഇങ്ങനെ മുന്നോട്ട് വരുന്നതുകൊണ്ട് പതിയെ മാറിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ ഉള്ള ഇടയ്ക്ക് പോലീസിന്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള സമീപനം അങ്ങനെയുള്ള ഇതുണ്ടോ? ഉണ്ട്. അത് ഇതാ പറഞ്ഞത്, ഇപ്പം മാറ്റം മാറി വരുന്നേ ഉള്ളൂ. അതിൽ ഏകദേശം നമുക്കൊരു 50% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ കൂടുതൽ മാറിയോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം നിരന്തരം ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൊക്കെ സ്ഥിരം കേൾക്കുന്ന ഓരോ വാർത്തകളുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിറ്റി, അതായത് സമൂഹത്തിന്റെ കയ്യിൽ നിന്നും ഉപദ്രവം കൊള്ളുന്നതും ഒക്കെ ആയിട്ട് ഉണ്ട് ന്യൂസുകൾ കേൾക്കുന്നു. മാത്രമല്ല നമ്മൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളും ഞാൻ കേൾക്കാനിടയാവുന്നുണ്ട് ഈ കുറച്ച് ദിവസങ്ങളായിട്ട്. കമ്മ്യൂണിറ്റികൾ തമ്മിൽ തന്നെ പ്രശ്നം, അതൊക്കെ അതുകൊണ്ട്. നിങ്ങൾക്ക് പക്ഷെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം കമ്മ്യൂണിറ്റി ആയിട്ട് ഞങ്ങളുടേതായിട്ടൊരു ലൈഫ് എന്ന് നമ്മൾ അവരായിട്ട് പഴകുന്നുണ്ടോ? ഉണ്ട്. ആവശ്യമായ കാര്യങ്ങൾക്ക് നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ നിൽക്കുന്ന നിലനിൽപ്പ് പോലെ ഉണ്ടാവുമല്ലോ നമ്മളോട് ആളുകൾ പെരുമാറുന്ന പെരുമാറ്റം. അത്രേ ഉള്ളൂ. അന്ന് ഈ കുട്ടി ഉണ്ടായ സമയത്ത് നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള അന്വേഷണങ്ങളായിരുന്നു. കുട്ടി എങ്ങനെ ഉണ്ടായി, ഈ സഹദ് എങ്ങനെ ഗർഭം ധരിച്ചു, ഇപ്പൊ ഈ തിരിഞ്ഞു നോക്കുമ്പോ എന്താണ് അതിനൊക്കെ ഉള്ള ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്താ? ശരിക്കും നമ്മൾ ആ ടൈമിൽ നെഗറ്റീവും വരവേൽക്കുമായിരുന്നു, പോസിറ്റീവും വരവേൽക്കുമായിരുന്നു. നമുക്ക് പറയുന്നവർ പറയും, നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻസർ എന്താണ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അത്ര നമ്മള് ഇപ്പം ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. ഇപ്പം സഹദിന്റെ ഫാമിലി കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. സഹദിന്റെ അമ്മ, പപ്പ, അവര് നമ്മളെ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് എപ്പോഴും ആ ഒരു തോട്ടുണ്ട്, ചിന്തയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അമ്മയും അതാ പറയുന്നത്, മക്കൾ ഒരിക്കലും തളരരുത്, ആരെന്ത് പറഞ്ഞാലും. പല ന്യൂസുകൾക്കും അമ്മ ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് പോലും അമ്മ പറയുന്ന കാര്യമാണ്. സഹോദരിമാരുടെയൊക്കെ പണക്കം മാറിയിട്ടില്ല. ഇല്ല. ഇപ്പോഴും അതേ ആറ്റിറ്റ്യൂഡാണ്. അതെ. മാറിയിട്ടുണ്ട്. ഇടയ്ക്ക് പിന്നെ കോണ്ടാക്ട് ഒന്നും ചെയ്യാൻ നോക്കുന്നില്ല. അവര് മെസ്സേജസ് ഇടാറുണ്ട്. എനിക്ക് വാട്സപ്പിൽ സഹോദരിമാർ എനിക്ക് ചിലപ്പോൾ മെസ്സേജ് ഇടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അവര് ഒരു ഫാമിലി, ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സബിയെ കാണാനൊന്നും അവരാരും വരാൻ താല്പര്യമില്ല. ഇല്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് അവരോട് ഒരു വെറുപ്പ് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാല് ബിയ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ അതിന് അസഭ്യമായിട്ടുള്ള ചില വാക്കുകൾ അവരതിനെ കൊണ്ട് യൂസ് ചെയ്തതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ അവരെ ഒരു മാനസികമായിട്ട് വെറുത്ത ഒരു ആളും കൂടിയാണ് ഞാൻ. അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും. എന്ത് പറയുന്നു സഹദ്, എന്ത് പറയുന്നു ഈ ഒരു സ്ട്രഗിൾ? ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ഒരു സ്ട്രഗിളും ഉണ്ടായിരുന്നല്ലോ. സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ഒരു ഇതിൽ. പക്ഷേ നമുക്ക് ദൈവം സഹായിച്ച ഒരു കുറവുമില്ല, നമ്മൾ ഹാപ്പിയാണ്. നമ്മൾക്ക് എല്ലാ ഡെയിലിയുള്ള അന്നം കിട്ടുന്നുണ്ട്, നമ്മളെ കാര്യങ്ങളൊക്കെ ചുറ്റുപാടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. സിയെ പറഞ്ഞ പോലെ എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും ഇഷ്ടം അവളെയാ. അവളെയും കുഞ്ഞിനെയാണ് അമ്മ നോക്കുന്നത്. കാരണം നമ്മളെ കൂടെ ഇരിക്കുന്ന കാര്യം സെബിയെ കൂടുതൽ അമ്മേൻ്റെ അടുത്താണ്. ടൈം സ്പെൻഡ് ചെയ്യുന്ന രാവിലെ നമ്മൾ ജോലിക്ക് ഇറങ്ങുമല്ലോ, ജോലിക്ക് പോകും, ഞാൻ ക്ലാസ്സിനും പോയി കഴിഞ്ഞാൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മ മാറ്റി വെച്ച് ഫുള്ള് സെബിന്റെ കൂടെയാ. അമ്മയ്ക്ക് ഒരു നിധി കിട്ടിയതുപോലെ. അമ്മ ജോലിക്ക് പോവായിരുന്നു, ഇവിടെ ആയതിനു ശേഷം പിന്നെ ജോലിയെല്ലാം ഒഴിവാക്കി വീട്ടിൽ തന്നെയാ. അത് പിന്നെ ഈ ഒരു നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് ഈ ഷെൽട്ടർ കമ്മ്യൂണിറ്റി ഇതിൽ വെച്ചിട്ട് തന്നെയാ. ഷെൽട്ടർ എന്താ വെച്ചാൽ ഷെൽട്ടർ അല്ല, കമ്മ്യൂണിറ്റിയുടെ എന്തോ ഒരു സുഖം, അമ്മയുടെ എന്തോ ഒരു സർജറി കഴിഞ്ഞ് നടന്നപ്പോ നമ്മൾ നേരിട്ട് കാണുന്നത് അപ്പോഴാണ്. അതിനു മുന്നേ നമുക്കറിയാം ഇങ്ങനെയുണ്ട്. കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു വ്യക്തി വരുമ്പോ അറിയാൻ പറ്റുമല്ലോ ഇന്നാളുടെ മകനാണ് അല്ലെങ്കിൽ ഇന്നാളുടെ മകളാണെന്ന് അറിയാൻ പറ്റുമല്ലോ. സഹദിന്റെ അമ്മയായിട്ട് അക്ഷിത എന്ന് പറഞ്ഞൊരു പുള്ളി, അതുപോലെ ദീപാറാണി, അവരെ രണ്ടുപേരും ഉണ്ടോ ഇപ്പോഴും? ഉണ്ട്, രണ്ടുപേരുണ്ട്. ഇപ്പൊ തന്നെ കോഴിക്കോട് തന്നെ ഉണ്ട്. രണ്ടുപേരും പിന്തുണ ഉണ്ട്. അങ്ങനെയാണ് അടുത്ത്. അന്നേരം സഹദ്, ഇപ്പൊ സഹദിനോട് ഞാൻ കൂടുതൽ ചോദിക്കുന്നത് പറഞ്ഞാൽ സഹദ് അന്ന് അധികം സംസാരിക്കാൻ പറ്റില്ല. അന്നേരം ഈ ഒരു പിന്നെ ഈ ബ്രസ്റ്റൊക്കെ റിമൂവ് ചെയ്ത ശേഷമാണ് പ്രഗ്നന്റ് ആവുന്നത്. ആ ഒരു പീരീഡിൽ ഉത്കണ്ഠകളുണ്ടായിരുന്നു? ഇല്ല, കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ അടുത്ത വഴി നമുക്ക് ഉണ്ടാവും, ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും. എനിക്കപ്പോൾ ഇങ്ങനെ ഞാൻ ജന്മം നൽകണമെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തായാലും മറുവശത്തെ ഒരു ഭാഗം ഉണ്ടാവും. അപ്പോഴാണ് ഈ മദർ മിൽക്ക് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വരുന്നത്. അപ്പം എനിക്ക് അതിലും കൂടുതൽ സന്തോഷം. ഫീഡ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് സങ്കടമൊന്നും ഇല്ലായിരുന്നു, കാരണം ഞാൻ എൻ്റെ ഒരു കുറച്ച് തീരുമാനത്തിലെടുത്തതാ. കുറച്ച് തീരുമാനമായിരുന്നു. കാരണം സെബിയ എന്നൊരു വ്യക്തി വരുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം സിയയ്ക്ക് ഒരു അമ്മയാവണം, എനിക്കൊരു അച്ഛനാവണം എന്നൊരു നമ്മളുടെ രണ്ടുപേരുടെ ഒരു തീരുമാനത്തിലാണ്. ആദ്യം എനിക്ക് അക്സെപ്റ്റഡ് അല്ലായിരുന്നു ഞാൻ, പക്ഷേ കൂടുതലും സിയയുടെ ആ ഒരു ആഗ്രഹം.
അത് നമ്മളോട് ശാരീരിക വൈഷമ്യങ്ങൾ നേരിട്ടിട്ടുണ്ടോ അതിൻ്റെ അത്? ഞാൻ ശാരീരികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ട്, എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ചെയ്യേണ്ട കൂടെ ഉണ്ട്. എന്തുണ്ടെങ്കിലും എനിക്ക് ഒരു 4th month വരെ നല്ല ഛർദിയായിരുന്നു. കാരണം എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാതെ. അന്നൊക്കെ സിയുടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, ഉമ്മൂന്നാണ്. അപ്പോൾ പുള്ളിയാണ് എന്നെ സിക്ക് ക്ലാസ്സിനും പോകണം. കാരണം നമ്മുടെ അടുത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, സിയെ മാത്രമേ ഉള്ളൂ അന്ന്. എനിക്ക് സിയും സിക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് സിക്ക് വർക്കിന് പോകണം, എന്നെ നോക്കാനും പറ്റത്തുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം സിയുടെ കസിൻ സിസ്റ്ററാണ് എന്നെ നോക്കിയത്. അപ്പം ആ സമയത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് ഫുഡ് ഞാൻ ഛർദ്ദിച്ചിട്ട് വരും, വീണ്ടും ഉറങ്ങും, വീണ്ടും ഫുഡ് തരും. അവരെ സപ്പോർട്ട് ഒരു ഭയങ്കര ഒരു ബാക്ക് ബോൺ ആയിരുന്നു നമുക്ക്. എന്റെ ഫാമിലിയിൽ അവരാണ് സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അവര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഞങ്ങളുടെ ഫാമിലീസ് അവരെ ഒറ്റപ്പെടുത്തി. ഞങ്ങളൊരു ഫാമിലി പോലെയാ. എനിക്കൊരു എന്താ പറയാ, ഒരു ഗാർഡിയൻ എന്ന് വേണമെങ്കിൽ പറയാം അവര്. സിയ പക്ഷേ കുറെ സ്ട്രഗിൾ ചെയ്തിരുന്നല്ലോ ആദ്യം വീട്ടിൽ നിന്നുള്ള ഒരു സ്ട്രഗിൾ ചെയ്തു. പക്ഷേ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു ചേഞ്ചസ് വരുമ്പോൾ ഞാൻ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ SSLC ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. +1 ജോയിൻ ചെയ്ത സമയത്താണ് എൻ്റെ ഉമ്മ മരണപ്പെടുന്നത്. അപ്പം 6 മാസമേ ഞാൻ +1 ക്ലാസ്സിന് പോയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 8 പേരുണ്ട്. 5 സഹോദരിമാരല്ലേ? സഹോദരിമാരും 2 സഹോദരന്മാരുമാണ് എനിക്കുള്ളത്. അങ്ങനെ ഉമ്മൻ്റെ മരണശേഷമാണ് അവിടുന്ന് ഞാൻ +1 ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആക്ച്വലി ട്രാൻസ് ആവാൻ വേണ്ടിയിട്ടല്ല. അന്ന് ഞാൻ ഡാൻസിനൊക്കെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. പക്ഷെ അവരതിന് സമ്മതിക്കില്ലായിരുന്നു. അപ്പം അതിന് ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പം ഡാൻസ് പഠിപ്പിക്കാനൊക്കെ ഞാൻ അന്നേ പോകുമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ ട്രാൻസുമായിട്ട് കൂട്ടായി ഷെൽട്ടർ ഹോമിൽ എത്തിയിട്ട് പിന്നെ എൻ്റെ സ്വത്വത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ ഇങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾ ദീപാറാണി എന്ന് പറയുന്ന ആളെപ്പം ഞാൻ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ആളും എൻ്റെ ഗുരു ഹർഷൻ സാറുമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വ്യക്തികളെ. എൻ്റെ ലൈഫ് ഇവിടെ വന്ന് വരെ എത്തി നിൽക്കാൻ വേണ്ടിയിട്ട് അവർ 2 പേരും എൻ്റെ ലൈഫിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിനെ ജീവിത പങ്കാളി ആക്കാം എന്നുള്ള തീരുമാനം എപ്പോൾ എടുത്തു? അത് ശരിക്കും ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു പോയ ആളുകളാണ്. പിന്നെ 3 മാസത്തിന് ശേഷം നമ്മൾ 2 പേരും ഓരോരോ ആൾക്കാരായിട്ട് ഡിപ്പെൻഡ് ആയിട്ട് ജീവിക്കുന്ന ആ സമയത്ത് നമ്മൾക്ക് പുറത്തോട്ട് വരാനോ റിവീൽ ചെയ്യാനോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ സീനോട് പറഞ്ഞു നമുക്ക് മാറി താമസിക്കാം, നമുക്കൊരു ഫാമിലി ആയിട്ട് അങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞ ശേഷമാണ് ഞാനും സീൻ സെപ്പറേറ്റ് വന്നതും താമസിക്കുന്നൊക്കെ അങ്ങനെയാണ്. ഈ ദീപാറാണിയുടെയും അക്ഷിതയുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം അതിലായിരുന്നു ഞങ്ങളെ ഗാർഡിയൻസ് അന്ന് ആ സമയത്ത് അവരാ. അപ്പം എൻ്റെ എല്ലാ ചെലവും നോക്കുന്നത് ദീപാറാണിയാണ്. സാധന നോക്കുന്നതും ഫുഡും കാര്യങ്ങളും ചെലവെല്ലാം നോക്കുന്നത് അക്ഷിതയായിരുന്നു ആ സമയത്ത്. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും പരിമിതികളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല, വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ കാരണം എൻ്റെ മമ്മി ദീപാറാണി എന്നെ കൂടെ കൂട്ടുന്ന സമയത്ത് ഒരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, സെക്സ് വർക്കിന് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വരരുത്, അല്ലാതെ നിൻ്റെ ചിലവും കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കിക്കോളാം. എൻ്റെ മകളായിട്ട് എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിക്കാം, നിനക്ക് വേണ്ട എല്ലാം ഞാൻ ചെയ്തു തരാം, ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ, പക്ഷെ എനിക്ക് ഒരാളെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് ഏറ്റവും വലിയ സൽക്കർമ്മം അതാണെന്ന് പറഞ്ഞിട്ടാണ് ആളെന്നെ കൂടെ കൂട്ടുന്നത്. ആയതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് അതിനുശേഷമാണ് ഞാൻ ഹർഷൻ സാറിനെ കണ്ട് സാറിൻ്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പോകുന്നതും തുല്യതാ കോഴ്സിൽ ഞാൻ എൻ്റെ +2 പഠനം പൂർത്തിയാക്കി എടുക്കുന്നതും ഇപ്പം ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതൊക്കെ അതിന് ശേഷമാണ്. ഒരു പക്ഷേ അന്ന് എന്നെ ആ ഒരു വാക്ക് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ടില്ലായിരുന്നു എങ്കിൽ തന്നെ ഇപ്പം പൊതുവെ ട്രാൻസിനെ കൊണ്ട് പറയുന്ന ആ ഒരു ലേബൽ എൻ്റെ ചുമലിലും ഉണ്ടായേനെ. അപ്പം ഏതെങ്കിലും ഒരു പാലത്തിനടിയിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേനെ. പക്ഷെ അന്ന് ആ ഒരു വാക്ക് പറഞ്ഞ് എന്നെ കൂടെ കൂട്ടിയത് കൊണ്ട് ദൈവം സഹായിച്ചിട്ട് ഇന്ന് എനിക്ക് നല്ലൊരു ഫാമിലി ആയിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. സഹദിന്റെ ഒരു മാറ്റം ലൈഫിൽ എങ്ങനെയാണ് ഫീൽ ചെയ്ത് പുരുഷനിലേക്കാണുള്ള ഒരു ചേഞ്ച് തുടങ്ങുന്നത് എപ്പോഴാണ്? തുടങ്ങുന്നത് ഞാൻ 5ാം ക്ലാസ് മുതൽ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ആൺകുട്ടികൾ പോലെ നടക്കാനും സംസാരിക്കാനും പഠിക്കാനൊക്കെ ഇഷ്ടം. ഞാൻ ഹോസ്റ്റൽ ലൈഫ് എൻ്റെത് മിക്കതൊക്കെ ഞാൻ ഇവിടെ മണക്കാടാണ് പഠിച്ചതൊക്കെ. അല്ലല്ല, എനിക്കൊരു ചേട്ടനുണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വന്ന ശേഷം പിന്നെ വീട്ടിലായി. അവിടെ നിന്ന് പിന്നെ +1 +2 ഒക്കെ പഠിച്ചു. +1 എല്ലാം ഇവിടെ തന്നെയാണ് ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ തിരുവനന്തപുരം. ഞാൻ അതിന് ശേഷം എൻ്റെ സർജറിക്ക് ശേഷമാണ് ഞാൻ നാട് വിടുന്നത്. വീട്ടിൽ അക്സെപ്റ്റഡ് അല്ലായിരുന്നു ആദ്യം, ആരെന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല.
ഇല്ല. അല്ല, വീട്ടിൽ ഇത് മനസ്സിലായി തുടങ്ങി എന്നെ പുറത്തൊന്നും പോയത്, ഇനി ഇവിടെ തന്നെ ഇരിക്കണം. എനിക്ക് എൻ്റെ സിസ്റ്റർ മാത്രമായിരുന്നു സപ്പോർട്ട്. ഞാൻ സംസാരിക്കുന്നതും കാര്യങ്ങളും പറയുന്നതൊക്കെ അവളെടുത്താ. കാരണം അന്ന് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഉണ്ടായിരുന്നു, പക്ഷേ കോണ്ടാക്ട് ഇല്ലായിരുന്നു ആരെടുത്ത്. അപ്പം പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ എൻ്റെ അനിയത്തിയാണ്. ഞാൻ എല്ലാവരോടും പറയും, സംസാരിക്കും. പിന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഞാൻ CPTC നെട്ടയത്താണ് പഠിച്ചത്. അവിടെ നിന്ന് പഠിച്ചു ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് തന്നെ കഴക്കൂട്ടത്ത് ജോബിന് കയറി ടെക്നോ പാർക്കിൽ. അതിനുശേഷം എനിക്ക് സർജറി ചെയ്യണം. കാരണം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ബ്രസ്റ്റ് ആണല്ലോ. ഒരു ട്രാൻസ്മെൻറ്റിന് എപ്പോഴും നമ്മളത് നോക്കുമ്പം ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന അതിലൂടെയാണ്, ഹെയർ കട്ട് ചെയ്താലും. അപ്പം അതൊരു ടോംബോയായി. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നൊരു മെൻറ്റാലിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയായോ പിന്നെ എൻ്റെ ഒരു സാറുണ്ടായിരുന്നു ഷമീർ എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പുള്ളിക്കാരനാണ് എന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്ത് എല്ലാം ചെയ്ത് പുള്ളിക്കാരനായിരുന്നു. പക്ഷെ പുള്ളി ഇപ്പോൾ ജീവനോടെ ഇല്ല. അല്ല, അന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റ് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഞാൻ അപ്പം നമുക്ക് ഈ പ്രേമിക്കുന്ന ഒരു ടെൻഡൻസി ആണല്ലോ വരുന്നത്. അപ്പം പെൺകുട്ടിയോട് പ്രേമിക്കുക, പെൺകുട്ടിയാണ് അടുപ്പം. ഞാൻ മുടി വെട്ടുന്നത് +2 +1 പഠിക്കുന്ന സമയത്താണ് മുടി വെട്ടുന്നത്. ആർക്കും അറിയത്തില്ല, ഞാൻ ആരോടും പറയാതെ എൻ്റെ ഇഷ്ടപ്രകാരമാണ് പോയി മുടിയൊക്കെ വെട്ടുന്നത്. ഞാൻ ബ്രസ്റ്റ് സർജറി ചെയ്തെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അത് തിരുവനന്തപുരത്ത് തന്നെയാണോ ചെയ്തത്? ഇവിടെ തന്നെയാണ് ചെയ്തത്. അത് പക്ഷേ ഒരു വലിയ സർജറി അല്ലല്ല, ഫ്ലോപ്പ് എന്ന് പറയാൻ നമുക്ക് ആ സമയം വരെ നമ്മളെ വെച്ച് പഠിക്കുകയായിരുന്നു. ഇവർക്ക് പൂർണ്ണമായിട്ടും സർജറി നമ്മളുടെ അല്ലെങ്കിൽ ഒരു സർജറി എന്താണെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ. സർജറി ചെയ്യാൻ പോകുമ്പോൾ ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നോ? ആരും ഇല്ലായിരുന്നു സഹായത്തിന്. ഞാൻ ഒറ്റയ്ക്ക് പോയി. വാശി തന്നെയാണ്. കാരണം നമ്മള് വാശി തന്നെ. കാരണം നമുക്ക് ഒരുപാട് ടൈമൊന്നും അങ്ങനെ ബൈൻഡറൊന്നും കെട്ടിവെച്ച് അവിടെയൊക്കെ ഇൻഫെക്ഷൻ ആവും. നമുക്ക് അത്രയും കാലങ്ങളും മാസങ്ങളും അങ്ങനെ വച്ചിരിക്കാൻ പറ്റത്തില്ല. അത് നമ്മളെ ലൈഫിൽ വേറൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അങ്ങനെ ബൈൻഡർ യൂസ് ചെയ്ത് പിന്നെ മതിയായപ്പോഴാണ് ഞാൻ സർജറി ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അന്ന് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഈ കൂടെയുള്ള പെൺകുട്ടികളോട് പ്രേമം ഉണ്ടായിരുന്നു. അന്നേരം അവരുടെയൊക്കെ സമീപനം എന്തായിരുന്നു? പെൺകുട്ടിയാണെന്നുള്ള അന്ന് വേഷം എന്താണ്? ഞാൻ ചുരിദാറാണ്. പിന്നെ ഹോസ്റ്റലിൽ പോകുമ്പോൾ പാവാട അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ അവിടെ ജീൻസ് ഒന്നും അലോഡല്ല. പുള്ളിക്കാരെ നമ്മളെ നോക്കി ശശി എന്ന് പറഞ്ഞൊരു മാമനായിരുന്നു. അപ്പം അത് വൃദ്ധസദനം പോലെയാണ്. അത് 1900 നമ്മളുടെ ഒരു അമ്മ സ്ഥാപിച്ചൊരു സ്ഥാപനമാണ്. ആനന്ദ നിലയം അനാഥ മന്ദിരം എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ അമ്മൻകോവിലിൻ്റെ അവിടെ ഇരിക്കുന്നത്. അപ്പം അവിടെ വളർന്ന് ഞാനൊരു 6 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തി ഒരു 10 വർഷത്തോളം. ഞാൻ അനിയത്തി ഒരുമിച്ചാണ് ഹോസ്റ്റൽ ലൈഫ് വളർന്നതൊക്കെ. അത് ആ ടൈമിൽ നമ്മളിവിടെ 2004 സുനാമി വന്ന ടൈമായിരുന്നു. ആ സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ കടൽ തീരത്താണ് എൻ്റെ വീടുള്ളത്. അപ്പം നമ്മൾ സ്കൂളുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് അമ്മ പറഞ്ഞത്, നിങ്ങൾ ഹോസ്റ്റലിൽ നിന്നും അമ്മയും അപ്പം ഒരു വീടായിട്ട് വന്ന് വിളിച്ചോളാം. ഇല്ല, എനിക്ക് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഒരുപാട്. ഇപ്പോഴും ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കൂടുതലും ഇല്ല, അങ്ങനെ എൻ്റെ ഫ്രണ്ട്സുകൾ നല്ല എൻ്റെ കൂടെ ആദ്യമേ അറിയാം, എന്നെ ഡാന്ന് വിളിക്കുക, സംസാരിക്കുക, അങ്ങനത്തെ ഒരു ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ്. ഇപ്പോഴും എൻ്റെ കൂടെ എല്ലാം എൻ്റെ ഫ്രണ്ട്സ് എന്നെ കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടി. സർജറി കഴിഞ്ഞപ്പം ഉള്ള ഒരു സർജറി കഴിഞ്ഞ ശേഷം ഞാൻ മണക്കാട് സ്കൂളിലാണല്ലോ പഠിച്ചത്. അപ്പം ഞാൻ ഈ ഫുട്ബോൾ ജസ്റ്റ് കളിപ്പിക്കുമായിരുന്നു. കോച്ചിങ്ങിനെ പോലെ ജസ്റ്റ് സ്കൂളിൽ പോകും, ടീച്ചർമാർ സാർമാർക്കൊക്കെ അറിയാം. അപ്പം ജസ്റ്റ് ഒരു സ്പോർട്സ് ടീച്ചറിൻ്റെ കൂടെ അടുത്തുനിന്ന് കളിക്കുക. അപ്പം സർജറി കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഒരു അഞ്ജലി എന്ന് പറഞ്ഞ കുട്ടീനെ പരിചയമുണ്ടായിരുന്നു. അവളുടെ വീട്ടിലാണ് ഞാൻ സർജറി കഴിഞ്ഞ് നേരെ പോകുന്നത്. അതിന് അടുത്ത ആഴ്ചയ്ക്ക് ലോക്ക്ഡൗൺ ആയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ലൈഫിനൊന്നും ടോട്ടലായിട്ടൊന്ന് മാറും. എന്നെ നോക്കാൻ ആരില്ല. പിന്നെ ആ കുട്ടിയുടെ അമ്മയാണ് എന്നെ നോക്കിയതൊക്കെ. കോവിഡ് ടൈമായിരുന്നു. ആ ടൈമിൽ എൻ്റെ കൈയും ഒടിഞ്ഞു. ഞാൻ പെട്ടെന്ന് മതിലായിരുന്നു. മതിൽ നിന്നിട്ട് പെട്ടെന്ന് കയറി പിടിച്ചത് മുരുകക്കൊമ്പില്ല. അപ്പോൾ വീണപ്പോൾ കൈയും ആ ടൈം ഫുള്ളൊരു കഷ്ടകാലമായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. പിന്നെ കണ്ടെത്തുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. ഞാൻ അവിടെ സൈബർ പാർക്കിൽ ഇൻ്റർവ്യൂവിന് വന്ന ശേഷം കണ്ണൂരായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാലു. അപ്പോൾ പുള്ളി പോകുന്നുണ്ട്, പിറ്റേ ദിവസം UAE പോകുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തോമസ് എന്ന് പറഞ്ഞിട്ടും, അവൻ വഴിയാണ് ഞാൻ കോഴിക്കോട് എത്തുന്നത്. ഈ അശ്വത എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം അവർ പറയും ഇങ്ങനെ, കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരും അവർക്ക് അറിയായിരിക്കില്ല, അവർ വർഷങ്ങളോളം ട്രാൻസ്വുമണായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്, ദീപാറാണി ഉണ്ട്, ദീപാറാണിക്കൊരു മകളുണ്ട്, നീ കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ കളിയാക്കുന്ന രീതിയിൽ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് അറിയത്തില്ല ഞാൻ സിയനൊന്ന് കാണും അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഫാൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ സിയനെ ഫസ്റ്റ് നന്നായിട്ട് കാണുന്നത്. സിയയുടെ മമ്മി സർജറി കഴിഞ്ഞ് കിടന്നപ്പോൾ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ മമ്മിക്ക് ഇപ്പോൾ ആരെയും കാണാൻ പറ്റത്തില്ല. നമ്മൾ അപ്പോൾ തന്നെ തിരിച്ചു വന്നല്ലോ. പിന്നെ സിയനെ കാണുന്നത് ഞാൻ അമ്മ എന്നെ ഒരു ജ്വല്ലറി ഷോപ്പിൽ തന്നെ കൊണ്ടാക്കി. ആ ടൈമിൽ ഞാൻ ഒരു ജ്വല്ലറി ഷോപ്പിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോഴാണ് സിയനെ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഈ സർജറിയാണ്. സർജറിയാണ്. അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. പല ഇത്
അത് ശരിയായ രീതിയിൽ അതിന്റെ സുരക്ഷാ രീതിയിൽ നടത്തുന്നു. അതിന് ഞാൻ പറയും ഇവിടെ കേരളത്തിനകത്ത് ചെയ്യുന്നത് വെരി ഡേഞ്ചർ ആണെന്ന്. എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോഴും എൻ്റെ സർജറി തൃപ്തനല്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലേ സർജറി ചെയ്യുന്നത്. ഇവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും വളരെ മോശമായിട്ടാണ് ഇവർ സർജറി ചെയ്യുന്നത്. പക്ഷെ ഇപ്പം കുറേയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് സർജറികളിൽ. പിന്നെ ഞാൻ ആ ടൈം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2018 എടുത്ത് ചാടി ചെയ്ത ഒരു തീരുമാനമാണ്. പക്ഷെ കുറച്ചും കൂടെ ടൈം എടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നന്നായിക്കാം. പിന്നെ ലിംഗമാറ്റ ശസ്ത്രക്രിയയിലേക്ക് ഞാൻ ഇവിടെ നിന്ന് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഫോറിൻ കൺട്രീസിൽ പോയി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഒരു അനുഭവം ഉണ്ടല്ലോ നമുക്ക്. പിന്നെ നമ്മൾ അതിലോട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഓൾറെഡി ട്രാൻസ്മെൻസിൻ്റെ സർജറിയാണ് ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് പറയും. ട്രാൻസ്മെൻസിനേക്കാളും ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നമ്മളത് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ലേ? സർജറി പറ്റും. അത് നമ്മളുടെ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ സ്ഥിതി അനുസരിച്ചാണ്. സിയുടെ നിലപാട് എന്താണ്? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നമുക്ക്. മറ്റൊരാളെ നമ്മൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിലുപരി നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ശരീരം നമ്മളാക്കിയെടുക്കുക എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും വേദന കോസ്റ്റ്ലി എന്നുള്ളതിന് ഉപരി നമ്മൾ വേദന അനുഭവിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതാണ് പൈസ നമുക്ക് ഒരു പക്ഷേ എങ്ങനെയെങ്കിലും നമുക്കത് ഗവൺമെന്റ് നമുക്ക് റീഫണ്ട് ചെയ്ത് തരുന്നുണ്ട്. നമ്മളിപ്പോ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കേരള ഗവൺമെന്റ് ലക്ഷങ്ങളും തിരിച്ചു തരും. അവർ ആഫ്റ്റർ കെയറും തരുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ എത്രയാണോ നമുക്ക് പേയ്മെന്റ് ആയത് ആ പേയ്മെന്റ് നമ്മൾ ബില്ല് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പേയ്മെന്റ് പ്ലസ് നമുക്ക് ഒരു മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക ഏകദേശം 33,000 രൂപയോളം നമുക്ക് അവർ ആഫ്റ്റർ കെയർ ആയിട്ട് നമുക്ക് അതും ഗവൺമെന്റ് തരുന്നുണ്ട്. ആ രീതിയിലുള്ള കേരളത്തിൽ അത്തരം സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് നന്നായിട്ട് സപ്പോർട്ടീവ് ആണ്. മുമ്പ് അഭിമുഖത്തിൽ സിയ പറഞ്ഞിരുന്നു, അന്നൊരു കോഴിക്കോട് ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തപ്പോൾ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ മോശം പെരുമാറ്റം ഇല്ല. എനിക്ക് ഇപ്പം ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ഉണ്ടാവാൻ ഞാൻ പിന്നെ പോയിട്ടില്ലല്ലോ അങ്ങനത്തെ. അന്ന് എനിക്ക് അന്ന് സാധ്യത കരിങ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ അത്രയും ബുദ്ധിമുട്ടായ സമയത്താണ് എനിക്ക് സിയ പോകുന്നതൊന്നും ജോലിക്ക് പോകുന്ന ഒട്ടും താല്പര്യമില്ല. അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പുള്ളി. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അനുഭവം വരുമ്പോൾ ഞാൻ കുറേ പറഞ്ഞു. പുള്ളി പറഞ്ഞത് അങ്ങനെ ഞാൻ തേടില്ല. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ആളെല്ലാം എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു മോശക്കാരനാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ സിയനോട് അങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ജീവിതം തന്നെ വല്ലാതെ വലിയ രീതിയിൽ സന്തോഷകരമായി മാറിയല്ലേ സബിയ വന്നോളൂ? തീർച്ചയായിട്ടും. സബിയെ ഏത് രീതിയിൽ വളർത്തണമെന്നാണ് ആഗ്രഹം? സബിയേന് നമ്മൾ എന്താ പറയാ, അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തെറ്റും ശരിയും എല്ലാം പറഞ്ഞു കൊടുത്ത് അവളുടെ ഇഷ്ടത്തിന് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊന്നും അവളെ അടിച്ചേൽപ്പിക്കുന്നില്ല. അവളായിട്ട് സ്വയം മനസ്സിലാക്കി അവളായിട്ട് വളർന്നു വരട്ടെ എന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അവളുടെ ഇഷ്ടത്തില് അതിന് പക്ഷെ നമ്മൾ പറയണം. അവളുടെ ഇഷ്ടത്തിന് എന്ന് പറഞ്ഞാൽ തോന്നിവാസം കാണിക്കാൻ വിടണമെന്നല്ല അതിന്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഞാന് സ്ട്രിക്റ്റ് ആവേണ്ടത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും. ഫ്രീ ആയിട്ട് 2 സ്ഥലത്ത് ഫ്രീ ആയിട്ട് തന്നെ ഇടും. അവള് ഇപ്പോഴേ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വളർത്തുന്നത്. ഇപ്പൊ അതാ അതിന്റെ ഭാഗമായിട്ട് അത് ചോക്ലേറ്റ് കൊടുത്ത സമയത്ത് അവള് ചോക്ലേറ്റ് ഇപ്പം ആരെങ്കിലും കൊടുക്കുന്ന സമയത്ത് പോലും അവള് വേണ്ടെന്ന് പറയും. ഞാൻ നമ്മൾ പറയും വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ മാത്രമേ അവള് വാങ്ങിക്കത്തുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കും അധികം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കും. സാറൊരു പുതിയ വ്യക്തിയാണല്ലോ ഓൾഡ് മൂവി. അപ്പൊ സാറ് കൊടുത്തപ്പോ ഞാനുള്ളത് കൊണ്ടാണ് ഓക്കെ വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് വാങ്ങിച്ചത്. അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് പോവാനായാലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഒരു സ്ഥലത്തോട്ട് അവള് പോയിട്ട് വന്നിട്ട് ഞാൻ പറയുവാണ് ഇനി അങ്ങനെ പോവരുത് ബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തോട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വഴക്ക് പറയും, സിയ ചീത്ത പറയും. അവൾ ആദ്യം ഒരു വാക്ക് പറയും. പിന്നെ എന്നോട് ഞാൻ സമ്മതം മൂളി കുറേ പ്രാവശ്യം ചോദിക്കും പോട്ടെ അമ്മ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ പറഞ്ഞാലേ അവള് പോവുള്ളൂ. അമ്മ അടിക്കുവോ? ഇല്ല. ബിയക്കുട്ടി പേര് പറഞ്ഞോട്. പപ്പയുടെ പേരെന്താ? എന്താ? സഗർ. അമ്മയുടെ പേരെന്താ? സിയ പവൽ. അമ്മാമ്മയുടെ പേരെന്താ? ഷേലി അമ്മാമ്മ. അങ്കിളുടെ പേരെന്താ? ഷാജ അങ്കിൾ. പിന്നെ നമ്മുടെ ആന്റിയുടെ പേരെന്താ? ഹർഷ. 1 2 3 10 വരെ എണ്ണി കൊടുക്കോ ബിയക്കുട്ടി? അമ്മ എണ്ണി റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. ഒരുമിച്ച് പാടാം. റെഡി? 1 2 3 സ്റ്റാർട്ട്.
കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞ കുഞ്ഞു വിശന്നു കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ കണ്ണീര് പാട് നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തരില്ലേ നെയ്യപ്പം അയ്യോ കാക്കേ നൃത്തം പഠിക്കാനൊക്കെ താല്പര്യമുണ്ട്. യോഗ എടുക്കുന്നുണ്ട്. യോഗ എടുക്കും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം അവിടെ ഇരുന്നിട്ട് എല്ലാം ചെയ്യും അവള്. പിള്ളേർ ചെയ്യുന്നത് നോക്കിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വൃക്ഷാസനം ഞാൻ ചെയ്യിച്ച സമയത്ത് അവളൊരു കാല് പൊക്കി വെച്ചിട്ട് അവൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, പക്ഷെ എന്നെ പിടിക്കാൻ പറഞ്ഞിട്ട് അവള് ട്രൈ ചെയ്യും. ഡാൻസ് എങ്ങനെ മുദ്ര പിടിക്കുന്ന എങ്ങനെയാ അമ്മ കാണിച്ചു കൊടുത്തേ? വിരല് പൊക്കി പിടിക്കുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. വെരി ഗുഡ്. അങ്ങനെ എങ്ങനെയാ അമ്മ എങ്ങനെയാ ഡാൻസ് കളിക്കുന്നത്? എങ്ങനെയാ എങ്ങനെയാ അങ്ങനെ എന്താണ് ഒരു ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം? എന്താണ് ലക്ഷ്യം? ഞങ്ങൾക്കൊരു ഏറ്റവും ആഗ്രഹം ഒരു വീട് വെക്കണം. ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ പുറകിലാണ് ആക്ച്വലി. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ ഇപ്പം വരുന്നു. ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ ഒരു നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് സ്ഥലവും വീടും കൊടുക്കുന്ന ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുന്നു. ആയിട്ടില്ല, അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ വന്നാ സന്തോഷം. വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ ആദ്യം വിവാഹം കഴിച്ച ഇഷാൻ സൂര്യ അവർക്ക് വിവാഹ സൽക്കാരം തന്നെ സർക്കാരായിരുന്നു. അവരോടെ കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്, കോണ്ടാക്ട് എല്ലാവരായിട്ട് കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ ഒരു ലിമിറ്റ്. നമ്മള് ആവശ്യത്തിന് വലിയ അടുപ്പമില്ല, വലിയ അകലവും ഇല്ല. അങ്ങനെയാ. കാരണം നമ്മള് കമ്മ്യൂണിറ്റിയിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പോവും, പക്ഷെ പരിമിതികളുണ്ട് നമുക്ക്. ഞങ്ങളുടെ ഒരു ഫാമിലിയായിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ എന്താ പറയാ, ഒരു ഇതുണ്ടാവില്ല. അത്രേ ഉള്ളൂ. കമ്മ്യൂണിറ്റി മെമ്പേഴ്സായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഹാപ്പിയാണ്, എൻജോയ്മെന്റ് ആ സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അല്ലാതെ നമ്മൾ കൂടുതലായിട്ടുള്ള അടുപ്പങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുവിധം എല്ലാവരും നമുക്കറിയാം, നമ്മൾ അറിയുന്നവരുണ്ട്, നമുക്ക് അറിയുന്നവരും ഉണ്ട്. സബിയെ പ്രസവിച്ച ആളാണ് സബിയയുടെ അച്ഛൻ. തീർച്ചയായിട്ടും. ആ ഒരു ഇത് ഒരു വസതിയിൽ ആൾക്കാർ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്, പക്ഷെ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അതിലിപ്പം നീ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതായത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ സഹദ് ആദ്യം ഒരു സ്ത്രീ ആയിരുന്നു, അതിൽ നിന്ന് പുരുഷനായി മാറി. ഞാൻ പുരുഷനായിരുന്നു, സ്ത്രീയായി മാറി. അതാണ് സംഭവിച്ചത്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ട് ജീവിതം നയിക്കുക. മോളെ നിങ്ങളെല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റിയത് വലിയ സന്തോഷമാണ്. വീണ്ടും കാണാൻ പറ്റും. 2.5 വർഷത്തിന് ശേഷം 2 വർഷത്തോളായി നമ്മൾ കണ്ടിട്ടില്ലേ. എല്ലാ ആശംസകളും. മോളെ LKG അടുത്ത വർഷം ചേർക്കാം. അടുത്ത വർഷം അംഗനവാടിയിലാക്കണമെന്നുള്ളൊരു പ്ലാനില്ല. ഇപ്പോഴേ അവള് ബാഗൊക്കെ വാങ്ങിച്ചു കൊടുത്തു, ബാഗൊക്കെ എടുത്ത് ബുക്കും അല്ലേ. ബാഗ് ഇട്ട് എവിടെ പോണം കുട്ടിക്ക്? എവിടെ? വീട്ടിലോ? പുസ്തകമൊക്കെ ആയിട്ട് എവിടെ പോവാ? സ്കൂളിൽ പോണം. ആരെ കൂടെയാ പോവാ? ഇക്കുവിന്റെ കൂടെ. അവരാണിങ്ങനെ സ്കൂളിൽ വന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ വെക്കേഷൻ ഫുള്ള് ടീച്ചർ കൂടിയായിരുന്നു. അതിന്റെ ഞാൻ പറഞ്ഞില്ല, എന്റെ ഫാദറിന്റെ അനിയത്തിയുടെ മോള എന്റെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. അവളുടെ മക്കളുടെ കൂടെയാ. അവർക്ക് ഇവള് ജീവനാ. അപ്പം ഉണ്ടായിരുന്നു. വെക്കേഷൻ 2 ദിവസം ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് ഈ കേസ് വാദിച്ച പത്മാലക്ഷ്മി ആയിട്ടുള്ള പരിചയം അവരെ സമീപിക്കുമായിരുന്നു. അത് ആ സമയത്ത് തന്നെ അവരും ഈ അഡ്വക്കേറ്റ് ആയിട്ട് ഇറങ്ങി അവരും ഏകദേശം വൈറലായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ ആള് തന്നെയാ നമ്മളെ അടുത്ത് വന്നിട്ട് നമുക്ക് എന്തായാലും അത് ഞാൻ പിന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു നമുക്ക് എന്തായാലും ഹൈക്കോടതിയിൽ തന്നെ നമുക്കത് ഫയൽ ചെയ്യാം, മുന്നോട്ട് പോവാം, ചെയ്യാം, പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആളാണ് ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്. പിന്നെ കേസിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ആള് തന്നെയാ എല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു രാജ്യത്തെ ഒരു ചരിത്രം ആയല്ലോ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിഗണന വന്നല്ലോ ലോകത്ത്. പക്ഷെ വലിയ പരിഗണനയാണ് മറ്റു രാഷ്ട്രങ്ങളെല്ലാം കിട്ടുന്നത്. നമ്മളവിടെ മാറി വരട്ടെ. മാറും, തീർച്ചയായിട്ടും മാറും, മാറ്റം അനിവാര്യമാണ്. അപ്പോ സബിയെ കുട്ടി എല്ലാ ആശംസകളും കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.
ലവ് യു പറയൂ. ലവ് യു കൊടുത്ത് ഒരു താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു ഉമ്മ പറ. ഉമ്മ. കുറച്ച് ടൈം എടുക്കും. താങ്ക് യു. അപ്പൊ സഹദനം സിയയ്ക്കും എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ടാറ്റാ.